ഗൈസ്, നമ്മൾ ഇന്ന് അതിരപ്പള്ളിയിലേക്കാണ് പോണത് വിത്ത് ജിഷ്ണു. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് അതിരപ്പള്ളി അല്ലേ. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എല്ലാവരും, പോവാത്തവരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ട് നമ്മൾ അതിരപ്പള്ളി കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു കാടിൻ്റെ ഫീലായിരുന്നു. ഇപ്പം അത്ര ഒരു കാടിൻ്റെ പോലെ തോന്നുന്നില്ല. കൂടുതൽ ബിൽഡിങ്സും പിന്നെ കടകളൊക്കെ വന്നു. അതിരപ്പള്ളിയിൽ പോണ വഴിക്ക് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് അങ്ങനെ പേരുണ്ടോയെന്നൊന്നും അറിയില്ല. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ദിസ് ഈസ് ഹെവൻ എന്ന് പറഞ്ഞു. പക്ഷേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തിയപ്പോൾ അതാണ് ശരിക്കുള്ള ഹെവൻ എന്ന് തോന്നിപ്പോയി. അത്ര രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഭംഗി കണ്ട് ആരും ഇറങ്ങാനൊന്നും നിൽക്കരുത്, ആരും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ നമ്മൾ വിശപ്പിന്റെ വിളിയായിട്ട് അമ്മാസ് കിച്ചണിലാണ് കയറിയത്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, നല്ല ഊണായിരുന്നു. 3-4 തരം കറികളും പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫിഷ് ഫ്രൈ ആയിരുന്നു. 2 ടൈപ്പ് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാഴ്സൽ ചെയ്താലോ എന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് ചോദിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് കിട്ടുമെന്ന്. അപ്പോൾ അമ്മാസ് കിച്ചൺ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോയത് അത്യാവശ്യം നല്ല മഴയുള്ളൊരു സമയത്തായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. വീക്ക് ഡേ ആണ് പോയത്, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. KSRTC ഒക്കെ ഉണ്ട് അതിരപ്പള്ളിയിലേക്ക്. അപ്പോൾ പോകാൻ അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ളവർ എന്തായാലും പോയിരിക്കണം. നമുക്ക് പാർക്കിംഗ് കുറച്ച് ദൂരെയാണ് കിട്ടിയത്. പാർക്കിങ്ങിന്റെ അവിടുന്ന് ഗേറ്റിന്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും തന്നെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം നടക്കണം, എന്നാലാണ് നമ്മൾ വാട്ടർഫോളിന്റെ അവിടേക്ക് എത്തുക. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നല്ലത് എന്തെങ്കിലും കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു എനർജിയിൽ അങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ ടെമ്പിൾ റൺ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അതുപോലെ തന്നെ ഇവിടെ വൈകാണ്ട് വീൽ കാർട്ട് വരുമെന്നാണ് തോന്നുന്നത്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസി ആവുമല്ലോ. നോക്കിക്കോ, എത്ര നാളായി നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കുറേ സിനിമയിലുണ്ട്. നമ്മുടെ ഫിലിം ഡയറക്ടേഴ്സിനൊക്കെ ഇത് എന്താ ഇത്ര ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്യാമറ എവിടേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. അതാണ് നമ്മുടെ അതിരപ്പള്ളിയുടെ ഭംഗി. പിന്നെ വെള്ളത്തിലൊന്നും ആരും ഇറങ്ങണ കണ്ടില്ല, അവിടെ ഫുൾ കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോരുന്ന വഴിക്കാണെങ്കിൽ കുറേ പേര് നനഞ്ഞിട്ട് പോകണം കണ്ടു. അപ്പോൾ അവർ എവിടെ ഇറങ്ങി കുളിച്ചിട്ടാ നനഞ്ഞെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വാട്ടർഫോളിന്റെ താഴേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. നല്ല ഹെവി വാട്ടർഫോൾ ആയതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ കാരണം ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചു. പിന്നെ അല്ലാന്ന് മനസ്സിലായി. അപ്പം നമ്മളും താഴേക്ക് പോവാണ്. ഞാൻ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, മഴ എങ്ങാൻ പെയ്യാണെങ്കിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട്. കുറച്ചധികം നടക്കാനുണ്ട് താഴേക്ക്. പക്ഷെ അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴേക്ക് ഇറങ്ങണം കേട്ടോ.
നടക്ക്. എങ്ങാനും മഴ പെയ്താലോ എന്ന് വിചാരിച്ച് കുട എടുത്ത ഞാനാണ് ഇപ്പൊ അവിടെ നിന്ന് നനയുന്നത്. ശരിക്കും മഴ പെയ്യണ ഒരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ നനഞ്ഞു പിളിഞ്ഞ് തിരിച്ചു പോണ്ടി വരും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളൊരു വാട്ടർ പ്രൂഫ് ഫോൺ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കേസ് ഫോൺ ഇടാനായിട്ട് കൊണ്ടുവരണം. നമുക്കവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം എനർജി, ഒരു പ്രത്യേക ഫീലാണ്. അവിടെ നിന്ന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഓലയിടാനും ഒക്കെ തോന്നും. താഴേക്ക് ഇറങ്ങാനുണ്ടായിരുന്ന ആ സുഖം മേലേക്ക് കയറാനുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നനഞ്ഞിട്ടും കൂടി ആവുമ്പോൾ വഴുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊരു രസം തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉണങ്ങണ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേലെ എത്തുമ്പോഴേക്കും തന്നെ പകുതി ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളും. വരാട്ടോ ഒരു പ്രാവശ്യം മര്യാദക്ക്. ഇത് ഒരു സാമ്പിളായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ പിന്നീട് വരാനൊന്നും പറ്റിയില്ല. തൃശ്ശൂരുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനാണ് അതിരപ്പള്ളി. ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. നമുക്കിഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നല്ല നല്ല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധ്യമാവട്ടെ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.